എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 30-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ന് ബംഗാളിൽ നടന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി രാജ്യത്തെ പ്രമുഖ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. കേരളത്തിൽ UDF ഭരണത്തിൽ വരുമെന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചു. ടൈംസ് നൗ, JVC, ആക്സസ് മൈ ഇന്ത്യ, CNN, വോട്ട് വെബ് ഉൾപ്പെടെയുള്ള 8 ഏജൻസികളും UDF വിജയിക്കും എന്നാണ് സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 78 മുതൽ 90 സീറ്റുകൾ വരെ നേടി കൂറ്റൻ വിജയമാണ് UDFന് ആക്സസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. LDFന് 49 മുതൽ 62 സീറ്റ് വരെ നേടാമെന്നും BJPക്ക് 0 മുതൽ 3 സീറ്റ് വരെ ലഭിക്കാമെന്നും സർവേയിൽ പറയുന്നു. CNN ന്യൂസ് 18 ഫലം ഇങ്ങനെയാണ്: 70 മുതൽ 80 സീറ്റ് വരെ UDFനും 58 മുതൽ 68 സീറ്റ് വരെ LDFനും 0 മുതൽ 4 സീറ്റ് വരെ NDAക്കും പ്രവചിക്കുന്നു. മാർക്ക് സർവേ 71 മുതൽ 79 വരെ സീറ്റ് UDFനും 62 മുതൽ 69 വരെ LDFനും 1 മുതൽ 4 വരെ സീറ്റ് NDAക്കും പ്രവചിക്കുന്നു. മാട്രിക്സ് സർവേ 70 മുതൽ 75 വരെ UDF, 60 മുതൽ 65 വരെ LDF, 3 മുതൽ 5 വരെ NDA. പീപ്പിൾ പൾസ് 75 മുതൽ 85 വരെ UDF, 55 മുതൽ 65 വരെ LDF, 0 മുതൽ 3 വരെ NDA. ടൈംസ് നൗ 72 മുതൽ 84 വരെ UDF, 52 മുതൽ 61 വരെ LDF, 3 മുതൽ 7 വരെ NDAയും പ്രവചിക്കുന്നു. NDTV സർവേ 75 മുതൽ 85 വരെ UDF, 55 മുതൽ 65 വരെ LDF, 0 മുതൽ 3 വരെ NDAയും. ആക്സസ് മൈ ഇന്ത്യ സർവേ 78 മുതൽ 90 സീറ്റ് വരെ UDF, 49 മുതൽ 62 സീറ്റ് വരെ LDF, 0 മുതൽ 3 സീറ്റ് വരെ NDAക്കും പ്രവചിക്കുന്നു. 2 ഡേയ്സ് ചാണക്യ 72 മുതൽ 80 സീറ്റ് വരെ UDFനും, 60 മുതൽ 65 സീറ്റ് വരെ LDFനും, 3 മുതൽ 7 സീറ്റ് വരെ NDAക്കും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ വോട്ടെണ്ണലിന് ഇനി 4 ദിവസത്തെ കാത്തിരിപ്പാണുള്ളത്. ഫലം ഇത് തന്നെ ആവണമെന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: രാജ്യത്ത് ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ നിയന്ത്രണത്തിനും പ്രോത്സാഹനത്തിനുമുള്ള പുതിയ ഓൺലൈൻ ഗെയിമിംഗ് റെഗുലേഷൻ ആക്ട് ചട്ടങ്ങൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾക്ക് രാജ്യത്ത് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനം തുടരും. എന്നാൽ സാധാരണ സോഷ്യൽ ഗെയിമുകൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഡൽഹി ആസ്ഥാനമായി കേന്ദ്ര അതോറിറ്റി രൂപീകരിച്ചു. ഇത് പ്രകാരം ഓരോ ഗെയിമും സ്പോർട്സ് ആണോ അതോ പണം വെച്ചുള്ളതാണോ ചൂതാട്ടമാണോ എന്ന് അതോറിറ്റി തരംതിരിക്കും. ഇതിനായി പ്രത്യേക മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ പ്രമുഖ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. നിബന്ധനകൾ പാലിക്കുന്നവർക്ക് 10 വർഷം കാലാവധിയിലുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകും. കൂടാതെ പ്രായപരിശോധന, രക്ഷകർത്ത നിയന്ത്രണങ്ങൾ, സമയപരിധി എന്നിവയും ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള പുതിയ നിയമവും ഉണ്ട്. സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന വിവിധ തുല്യതാ കോഴ്സുകൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ രജിസ്ട്രേഷൻ മെയ് 5-ന് ആരംഭിക്കും. സാക്ഷരത 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾക്കാണ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് മെയ് 25-നകം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2026 മെയ് 26 മുതൽ ജൂൺ 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അപേക്ഷ സമർപ്പിക്കാം. തുടർന്ന് ജൂൺ 5 മുതൽ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമുകളും ഫീസ് അടക്കുന്നതിനുള്ള ചലാനും www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അതാത് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ തിരുവനന്തപുരം സംസ്ഥാന സാക്ഷരതാ മിഷൻ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസം അവസാനിക്കാൻ ഇനി നാളെ കൂടി മാത്രം അവശേഷിക്കുകയും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ച് വിതരണം നടന്നത് 2 മാസത്തേതാണ്.
അത് കഴിഞ്ഞ് 3-ാം മാസത്തിൽ തന്നെ ഇത് കുടിശ്ശികയാകുമോ എന്നുള്ള ആശങ്കയിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾ. സമയമില്ലാത്ത സമയത്തും ഇല്ലാത്ത പണവും ഉണ്ടാക്കി അക്ഷയയിൽ പോയി ക്യൂ നിന്ന് അപേക്ഷ നൽകി ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആദ്യത്തെ 2 മാസം കൈപ്പറ്റിയിട്ടുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകുക എല്ലാ മാസവും ഇനി ഒരു വരുമാനമായല്ലോ, മുടങ്ങാതെ 1000 ലഭിക്കും എന്നായിരുന്നു. എന്നാൽ ഇത് ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ചിൽ 2ാമത്തെ വിതരണം ഇലക്ഷന് മുമ്പ് നടന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതാ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഏപ്രിൽ മാസം കഴിയാറാകുമ്പോഴും വിതരണം നടന്നില്ല എന്നുള്ളത് സർക്കാരിന്റെ ചതിയായിരുന്നോ ഇത് എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇനി ഈ മാസം 4 കഴിഞ്ഞാൽ നിലവിലെ സർക്കാരിന്റെ കാലാവധി കഴിയുകയാണ്. അത് കഴിഞ്ഞാൽ ആര് വന്നാലും, അതായത് നിലവിലുള്ള സർക്കാർ തുടരുകയാണ് എങ്കിൽ അപ്പോൾ വിതരണം ചെയ്യുക. മറ്റൊരാൾ അധികാരമേൽക്കുകയാണെങ്കിൽ അവരുടെ തലയിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണോ ഇത് വിതരണം ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. എന്തായാലും 35 മുതൽ 60 വയസ്സ് വരെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ട സ്ത്രീകളെ പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലാണ് ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം താമസിച്ച് അല്ലെങ്കിൽ വിതരണം ചെയ്യാതെ കുടിശ്ശികയായി പോകുന്നത് എന്നുള്ളത് വളരെ ദയനീയവും സങ്കടവുമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ. അതും 18 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കും, അതായത് 29,000 രൂപയോളം അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞത് പിന്നീട് ആ ഒരു വിതരണം ഉണ്ടായില്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. 5 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വായടക്കുന്ന രീതിയാണ് ഉണ്ടായത്. ഈ മാസത്തെ പെൻഷൻ അവർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. പ്രവാസി ക്ഷേമ പെൻഷനും ഇപ്പോൾ മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇനി അധികാരത്തിലേക്ക് ഇല്ല എന്ന് സർക്കാർ തീരുമാനിച്ചത് കൊണ്ടാണോ ഇങ്ങനെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങി 3-ാം മാസത്തിൽ തന്നെ കുടിശ്ശികയാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ ഉത്തരവുകൾ സർക്കാർ ഇറക്കിയിരുന്നു. എന്നിട്ടും ഈ ഒരു തുക വിതരണം നടക്കാത്തത് വളരെ ക്രൂരമാണ്. ക്ഷേമ പെൻഷൻ വിഷുവിന് മുമ്പ് ഏപ്രിൽ മാസത്തേത് വിതരണം ചെയ്തിരുന്നു. പക്ഷെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതുണ്ടായില്ല. ക്ഷേമ പെൻഷൻ ഇനി മെയ് മാസത്തേത് മാത്രമാണ് ലഭിക്കുക. അപ്പോൾ ആരാണ് എങ്കിലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതായത് അടുത്ത് ഭരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ